അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? വനിതാ നിലാവ് ഖുറാനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനൽ നമ്മൾ കുറച്ച് ദിവസമായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നൊരു കാര്യം 15 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷക്കാലം ഇടങ്ങേറായിട്ട് പടച്ചോനോട് ചോദിച്ചിരുന്നൊരു കാര്യം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നടന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അത്ഭുതകരമാകുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കൂലേ? നിങ്ങളൊക്കെ മനസ്സിൽ അത്തരത്തിൽ കൊല്ലങ്ങളായിട്ട് പൂതി വെച്ച് നടക്കുന്ന കാര്യങ്ങളില്ലേ? എനിക്കത് കിട്ടൂല, എൻ്റെ റബ്ബ് തരൂല എന്ന് വിചാരിച്ച് നടക്കുന്ന ചില കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ അതിലേക്ക് എത്തിപ്പിടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ തോറ്റു പോകും എന്ന് തോന്നുന്ന ചില ആശകളില്ലേ? ഉണ്ടോ? തീർച്ചയായിട്ടും ഒരാൾക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടാവില്ല അത്തരത്തിലുള്ള ചില കാര്യങ്ങളോടുള്ള ഇഷ്ടം. ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോയിൽ 15 വർഷക്കാലം കാത്തിരുന്നൊരു കാര്യത്തിന് റബ്ബ് സുബ്ഹാനഹു തആല ഉത്തരം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ ഒരു അമൽ കൊണ്ട് ഉത്തരം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കിത് ചെയ്തു നോക്കിക്കൂടാ? പരിശുദ്ധമായിട്ടുള്ള മുഹറം മാസം 29 ഇന്ന്. അപ്പോൾ മുഹറം കഴിഞ്ഞ് സഫർ ഒരു 5-ൻ്റെ ഉള്ളിലായിട്ട് ഇൻഷാ അല്ലാ ഈ ഒരു അമൽ നിങ്ങൾ കാണുകയാണെങ്കിൽ വേഗം തന്നെ ചെയ്തു നോക്കിക്കോളി. കാരണം ഈ ഒരു അമലിൻ്റെ ഫലം ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. ഇനി വെള്ളിയാഴ്ച രാവും അതുപോലെ തന്നെ വെള്ളിയാഴ്ചയൊക്കെ വരുന്നുണ്ട്. ആ ഒരു സമയത്തൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു അമലിനെ നെഞ്ചിലേറ്റിക്കൊണ്ട് കഴിയാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ ഇതിൻ്റെ ഫലം റബ്ബ് സുബ്ഹാനഹു തആല മുമ്പിൽ എത്തിത്തരിക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു കമൻറ്റ് നോക്കിയാലോ? മാഷാ അല്ലാ, വളരെ സമാധാനത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു കമൻ്റ് ഇടുന്നത്. ഞാൻ ഈ ഒരു ദിക്ർ കുറച്ച് കാലം മുമ്പ് ഒരു ബുക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനത് കുറച്ച് ദിവസം ചൊല്ലുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, കല്യാണം കഴിഞ്ഞിട്ട് 10-11 കൊല്ലമായിരുന്നു. മക്കളായിരുന്നില്ല. വല്ലാത്ത സങ്കടമായിരുന്നു. കാരണം ഒപ്പമുള്ള ആളുകൾക്കൊക്കെ മക്കളായി, എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ തൻ്റെ ആ ഒരു സന്തോഷം, മക്കളെന്ന് പറയുന്ന ആ ഒരു സന്തോഷം അനുഭവിക്കാനുള്ളത് കിട്ടിയപ്പോൾ എൻ്റെ നെഞ്ചിൻ്റെ അകത്തൊരു എന്താ പറയുക, ഒരു കുത്തുന്ന ഫീലായിരുന്നു. കാരണം എനിക്ക് മാത്രം കിട്ടണില്ലല്ലോ. ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട്, പക്ഷേ പടച്ചോൻ എനിക്ക് തരുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു ഇതായിരുന്നു, ഒരാവലാതിയായിരുന്നു. ആ ഒരു ടൈമിലാണ് പടച്ചോൻ്റെ മുമ്പിലിരുന്ന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. റബ്ബേ എനിക്ക് തന്നൂടെ, റബ്ബിൻ്റെ അനുഗ്രഹമായിട്ടുള്ള മക്കൾ എനിക്ക് തന്നൂടെ എന്ന് റബ്ബിനോട് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ പടച്ച തമ്പുരാൻ തന്നില്ല. ആ ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു അമലിനെ കുറിച്ച് കാണുന്നത്. കുറച്ച് ദിവസം മുടങ്ങാതെ ഞാൻ ഈ ഒരു അമലിനെ ചെയ്തു. അൽഹംദുലില്ലാ, നല്ലൊരു മോനെ പടച്ച തമ്പുരാൻ എനിക്ക് തന്നു. മക്കളില്ലാത്ത ഓരോരുത്തരും ഞാൻ കാണുമ്പോഴും ഞാൻ വേഗം ഇപ്പോൾ ഈ ഒരു ദുആ പറഞ്ഞു കൊടുക്കും. കാരണം എന്താണെന്നറിയോ? ഞാൻ അത്രയും ആഗ്രഹിച്ചിരുന്നു എനിക്കൊരു സ്വാലിഹായിട്ടുള്ള ഒരു മോനെ അല്ലെങ്കിൽ സ്വാലിഹായിട്ടുള്ള ഒരു മകളെ കിട്ടണം എന്നുള്ളത്. അത്രയും പൂതിപ്പെട്ടിരുന്നു. ആ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു അമൽ ചെയ്തിട്ട് റബ്ബ് എനിക്ക് തന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമായി. അപ്പോൾ അവർക്കും റബ്ബ് അത് കൊടുക്കും എനിക്ക് വിശ്വാസമുണ്ട്. ഒരുപാട് ആൾക്ക് ഉത്തരം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സമാധാനം അല്ലെങ്കിൽ ഒരു സന്തോഷം തോന്നിയിട്ടില്ലേ? കാരണം അത്ര പവർഫുള്ളായിട്ടുള്ള ഒരു ദിക്ർ തന്നെയാണ്. അത്രയ്ക്ക് പവറുണ്ട് ഇത്. എല്ലാവരും മുറുകെ പിടിച്ചോളി. തീർച്ചയായിട്ടും ഇത് ഞാനൊരു കാര്യം, ഒരു അനുഭവം മാത്രമല്ല പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ മറ്റെന്തെങ്കിലും ഒരു ആവശ്യം പെട്ടെന്ന് കിട്ടണം, അല്ലെങ്കിൽ ജീവിതത്തിൽ വല്ലാത്ത ഇടങ്ങേറ് പിടിച്ചൊരു കാര്യം ജീവിതത്തിൽ നിന്ന് അകന്നു പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു പ്രയാസം നീങ്ങിക്കിട്ടണം എന്ന് നിങ്ങൾ അതിയായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ പൂതിപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു അമലിനെ നിങ്ങൾ ചെയ്തോളി. പരിശുദ്ധമായിട്ടുള്ള മുഹറം തുടങ്ങുകയാണല്ലേ, മുഹറം അവസാനിച്ച് സഫർ തുടങ്ങുകയാണല്ലേ. ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു അമലിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഇൻഷാ അല്ലാ റബ്ബ് സുബ്ഹാനഹു തആല ഈ ഒരു അമലിൻ്റെ ഫലം കാണിച്ചു തരും. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്കതിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലോ കൂട്ടുകാരിലോ ഒക്കെ ആരെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിച്ച് ഇരിക്കുന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം എത്തിപ്പിടിക്കണം എന്ന് ആ ഒരു നെട്ടോട്ടത്തിലാണെങ്കിൽ അത്തരം ആളുകളിലേക്കൊക്കെ ഒരു വീഡിയോകളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി. ആവശ്യ പൂർത്തീകരണം
വേണം എന്ന് ആരെങ്കിലും ഉദ്ദേശിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു ദിവസത്തിൽ നിങ്ങൾ ഇത്തരത്തിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും പ്രഭു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകും. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഏതാണ് ആ ഒരു അമല് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഇൻഷാ അല്ലാഹ്. ഇത് അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അമല് തന്നെയാണ് അല്ലേ. ഏതൊരു സമയത്തും നമുക്കിത് ചെയ്യാൻ പറ്റും. പക്ഷേ ഒന്നുകൂടെ ഒരു മെച്ചപ്പെട്ട സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അഫ്ളലായിട്ടുള്ളൊരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇശാ നിസ്കാര ശേഷമാണ്. ഇശാ നിസ്കാര ശേഷം 360 തവണയാണ് നമ്മൾ ഈ ഒരു ദിക്റിനെ ചൊല്ലേണ്ടത്. ഇനി 360 തവണ വളരെ കൂടുതലാണ്, നിങ്ങൾക്ക് അത്രയും ടൈം ഇരുന്ന് ചൊല്ലാൻ പറ്റണില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് 100 തവണ ചൊല്ലാവുന്നതാണ്. ഈ ഒരു ദിക്റിനെ 100 തവണയും ചൊല്ലാം. അതേപോലെ തന്നെ 101 തവണ ചൊല്ലാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് 105 തവണ ചൊല്ലാവുന്നതാണ്, 101 തവണ ചൊല്ലാവുന്നതാണ്, 100 തവണ ചൊല്ലാവുന്നതാണ്, 360 തവണയും ചൊല്ലാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ അഫ്ളലായിട്ടുള്ള ഓരോ കണക്കുകൾ അല്ലേ. അപ്പോൾ ഇശാ നിസ്കാര ശേഷം ഈ ഒരു ദിക്റിനെ 360 തവണ ചൊല്ലാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്കറിയാവുന്ന ഒരു സ്വലാത്ത്, ആ സ്വലാത്തിനെ മുത്ത് റസൂലിൻ്റെ പേരിൽ 40 തവണ നമ്മൾ ചൊല്ലിയിട്ട് നമ്മളുടെ ആവശ്യം പറഞ്ഞ് ദുആ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതാണ് ആ ഒരു ദിക്ർ എന്ന് നമുക്ക് നോക്കണ്ടേ? അപ്പോൾ നമുക്ക് ആ ഒരു ദിക്ർ ഒന്ന് നോക്കിയാലോ? ഇൻഷാ അല്ലാഹ്. യാ റഹീമു കുല്ല സ്വരീഖിൻ വ മക്റൂബിൻ വ ഇയാസഹു വ മആദഹു. ഇതാണ് ആ ഒരു ദിക്റായിട്ട് പറയുന്നത്. യാ റഹീമു കുല്ല സ്വരീഖിൻ വ മക്റൂബിൻ വ ഇയാസഹു വ മആദഹു. പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു ദിക്റിൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഒരു ഇസ്മുണ്ട്. ഈ ഇസ്മിനെ കുറിച്ച് നമുക്കൊരുപാട് അറിയാമല്ലേ. ഈ ഇസ്മ ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞിട്ടുള്ള ഒരു ഇസ്മാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിക്റിനെ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ വളരെ വളരെ മഹത്തായിട്ടുള്ളൊരു കാര്യമാണിത്. കരുണാനിധിയായിട്ടുള്ള പടച്ചോനെ, സഹായം വിളിക്കുന്നവർക്കും കഷ്ടത്തിലാക്കുന്നവർക്കും നീ തന്നെയാണ് അവരുടെ സഹായവും അഭയവും. ഇതാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ദിക്റിനെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് വലിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അല്ലേ. കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അമലിനെ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. ഈ ഒരു അമലിനെ ചെയ്യുമെന്നുള്ളവരൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു വിഷയമായിട്ട് വീണ്ടും വരാം. ദുആ വസിയത്തോടു കൂടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.